നാട്ടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നതാണോ ഞങ്ങൾ എപ്പോഴും പോകുന്നതാണോ എന്നറിയില്ല. കൊതുകൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇതിൽ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഒരുപാട് ഹെർബൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാ കണ്ടില്ലേ. അതായത് ടോട്ടലി പറഞ്ഞാൽ ഇന്ത്യയിലെ വെനീസ് തന്നെ ശ്രീനഗർ. ഇന്ന് നമ്മൾ ദാൽ ലേക്കിലെ കിടിലൻ ഹൗസ് ബോട്ടിലും അതേപോലെ തന്നെ ദാൽ ലേക്കിൽ നിന്ന് നല്ല കാവയും നല്ല ഗ്രില്ലഡ് ഫിഷും ഒക്കെ കഴിച്ചിട്ടുള്ളൊരു വ്ളോഗ് ആയാലോ. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മളെ വീഡിയോ കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ശ്രീനഗറിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ശ്രീനഗറിലെത്തിയിട്ട് ഇന്നലെ നമ്മൾ ദാൽ ലേക്കിലേക്ക് ഹൗസ് ബോട്ടിലേക്ക് അക്കോമഡേഷന് വേണ്ടി പോവുകയാണ്. ഏതായാലും ശ്രീനഗറിൽ ഇന്നലെ എത്തി, ഫുൾ ഡേ എന്തായിരുന്നു ഉറക്കണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് നമ്മൾ ദാൽ ലേക്കിൽ ഹൗസ് ബോട്ടിന് വേണ്ടി പോവുകയാണ്. ഓക്കെ, പോയി നോക്കാം നമുക്ക്. ഇതാണ് നമ്മൾ ശ്രീനഗറിൽ താമസിച്ച ഹോട്ടൽ ഒപ്പേര ഇൻ. ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മളിനി ദാൽ ലേക്കിലേക്ക് പോകുന്നത്. ഇവിടെ ഇപ്പോൾ നിലവിൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മിലിറ്ററി സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പലരും പറയാറുണ്ട് സമ്മർ ഇൻ കാശ്മീറാണ് ഏറ്റവും നല്ലതെന്ന്. കാരണം കാശ്മീരിനെ അടുത്തറിയാൻ ഏറ്റവും നല്ല സമയമാണത്. ദാൽ ലേക്ക് ശ്രീനഗറിലായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ദാൽ ലേക്കിലെത്തി. ഘാട്ട് നമ്പർ 9 എന്നാണ് നമുക്കുള്ള ഷിക്കാര വരുന്നത്. ഈ ഷിക്കാര റൈഡ് എന്ന് പറയുന്നത് ഹൗസ് ബോട്ടുകാരുടെ തന്നെ ഷിക്കാരയാണ്. കാരണം നമ്മൾ ഹൗസ് ബോട്ടിലേക്കുള്ള എൻട്രി ഇങ്ങനെയാണ്. ഈ റൈഡ് വേറൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് കാവകളും അതേപോലെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തർ ഈ റൈഡിൽ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഇതേപോലത്തെ ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ട്, നിരന്നിരിക്കുന്നത് നമുക്ക് കാണാം. അതേപോലെ തന്നെ കാശ്മീരി ആളുകൾ ഭയങ്കരമായിട്ട് നമ്മളോട് എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ്. അങ്ങനെ നമ്മൾ ഈ ചെറിയൊരു ഷിക്കാര യാത്രയ്ക്ക് വിരാമമായിട്ട് നമ്മൾ നമ്മളെ ഹൗസ് ബോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹൗസ് ബോട്ട്. ഏതായാലും നമുക്ക് ഇറങ്ങിയിട്ട് കാണാം. ശരിക്കും ഈ ഹൗസ് ബോട്ട് എന്നെ ശരിക്കും ഞെട്ടിച്ചു. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ഒരു ഹൗസ് ബോട്ടൊന്നുമല്ല. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കണ്ടാൽ ശരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു പഴയ കൊട്ടാരത്തിലേക്കോ അങ്ങനെയൊക്കെ കയറി ചെന്നൊരു ഫീലാണ് കിട്ടുക. ഒരുപാട് ലൈറ്റുകളും അതേപോലെ തന്നെ നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള ചൈനീസ് ഐറ്റംസ്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ലൈറ്റുകൾ തന്നെയാണ്. എന്താ പറയുക, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ. പിന്നെ വുഡൻ, ഫുള്ളി ഒരു വുഡൻ ഡെക്കറേഷനാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിലേക്കൊക്കെ വരുമ്പോൾ ശരിക്കും നമുക്കത് മനസ്സിലാവും. ആ ചെയറിൻ്റെ ഒക്കെ ഒരു ഹൈറ്റ് കണ്ടില്ലേ. അതേപോലെ ഇവിടെയും നല്ല ലൈറ്റിങ്ങും ഇൻറ്റീരിയറും ഒക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ കയറി വരുന്നിടത്തുള്ള ഈ ഒരു ഇൻറ്റീരിയറിനോട് നീതി പുലർത്തുന്ന റൂമുമാണ് നമുക്ക് കിട്ടിയത്. ഏതായാലും അതും കൊള്ളാം. ഉച്ച സമയത്ത് ശ്രീനഗറിലെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ്. വെയിലാണ്. ഇപ്പം അധികം തണുപ്പൊന്നുമില്ല. പക്ഷേ കൂടുതൽ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇപ്പോഴാണ് നല്ലതെന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ വെയിൽ ഞാനൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ വെയിൽ നമുക്ക് അങ്ങനെ തോന്നൂല എന്നല്ലാണ്ട്, കാരണം ഈ തണുപ്പിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് വെയിൽ അധികം തോന്നൂല അല്ലാണ്ട്. പക്ഷേ വെയിലും ഉണ്ട്, ചൂടുമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് എക്സ്ട്രാ ഫുഡ് കഴിക്കണം നോക്കിയിട്ട് ഇവിടെ ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ഇനി എന്താ വെച്ചാൽ ഇങ്ങനെ ഇത് നമ്മൾ ഇതേപോലത്തെ ചെറിയ ചെറിയ തോണികളിൽ ഇനി ഓരോരുത്തർ വരണം. ഇനി അല്ലെങ്കിൽ നമുക്ക് ഈവനിങ് നമ്മൾ ഇതിനിറങ്ങുന്ന സമയത്താണ് നമുക്ക് ഭക്ഷണം കിട്ടുക. കണ്ടില്ലേ, ഇതൊക്കെ ഓരോന്നോരോന്ന് ഇതേപോലത്തെ ഭക്ഷണങ്ങൾ വരുന്നത്, അതേപോലെ ഫ്രൂട്ട്സ് വരുന്നത്. അപ്പോൾ അവിടെ ഒന്ന് നിങ്ങൾ കാണാം, കണ്ടില്ലേ, അത് ആംബുലൻസ്. ഇത് ഇവിടുത്തെ മെഡിക്കൽ എന്തോ സംഭവമാണ്, ആംബുലൻസ് ഒക്കെ പോലത്തെ അതാണ്. അതായത് ടോട്ടലി പറഞ്ഞാൽ ഇന്ത്യയിലെ വെനീസ് തന്നെ ശ്രീനഗർ. അതേപോലെ ഈ ബോട്ട് നിർത്തിയിട്ട സൈഡിൽ കൂടെ ഒക്കെ ഉണ്ടല്ലേ, അതിലൊക്കെ വേണം നമുക്ക് പോവാം. പലരും ഇവിടുത്തെ ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നത് ഫ്ലോട്ടിംഗ് ആണെന്നാണ്. പക്ഷേ ഇവിടുത്തെ ഹൗസ് ബോട്ട് നമ്മുടെ നാട്ടിലത്തെ ഹൗസ് ബോട്ട് പോലെ ഫ്ലോട്ടിംഗ് അല്ല, അവിടെ നിൽക്കും, ഫ്ലോട്ട് ചെയ്യൂല. ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒഴുകില്ല, വെള്ളത്തിൽ പൊന്തി നിൽക്കുകയാണ് ചെയ്യുക. ഈ ഒരു ഹൗസ് ബോട്ടിൻ്റെ വലിപ്പം നിങ്ങൾക്ക് കാണാം. 1, 2, 3 മുറികളാണുള്ളത്. അതേപോലെ ഇതിലും കൂടുതൽ മുറികളുള്ളതുണ്ട്. ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ നമ്മളെ ഹൗസ് ബോട്ടിലെ ജീവനക്കാരും മറ്റുള്ളവർക്ക് വീടാണ്. ഇപ്പോൾ നമ്മൾ വൈകുന്നേരത്തേക്ക് ഷിക്കാര റൈഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷിക്കാര റൈഡ് പോകുന്നത് നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ സ്നാക്സ് കാര്യങ്ങളൊക്കെ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ ഓരോ ബോട്ടുകൾ. നമ്മളിപ്പോൾ അവിടുന്ന് ചെറിയ ബോട്ടിൽ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നമ്മളോട് കാവ വേണോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ചോദിച്ചാൽ 2 വന്നു. പക്ഷേ നമ്മൾ ആ ഫ്രഷിൽ വന്നതുകൊണ്ട് തന്നെ നമ്മളത് എടുത്തില്ല. ഏതായാലും നമുക്ക് ഒരു ഷിക്കാര റൈഡ് പോവാം. അന്ന് ഞാൻ കാണിച്ചു തരാം കൂടുതൽ നമുക്ക് എന്തൊക്കെയാണ് വാങ്ങാൻ പറ്റുന്നതെന്നും എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഉച്ചയ്ക്ക് വരുമ്പം ഭക്ഷണം കഴിച്ച് വരിക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഈവനിങ് നമ്മൾ ഇറങ്ങുമ്പം സ്നാക്സ് തന്നെ കിട്ടും. ഓക്കെ, നമുക്കിപ്പോൾ ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളെ ചേട്ടന് ബ്രെഡ് ഓംപ്ലേറ്റും
പിന്നെ കോഫിയൊക്കെ റെഡിയാക്കി തന്ന. പക്ഷേ ഇത് ചാർജബിൾ ആണ്. അവർക്ക് തോന്നിയ റേറ്റാണ് ഇടുക. അതുകൊണ്ട് തന്നെ കഴിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. നമ്മൾ നിൽക്കുന്ന ഈ ഹൗസ് ബോട്ടിൽ മൊത്തത്തിൽ 3 റൂമാണുള്ളത്. നമ്മളത് റൂം നമ്പർ 103 ആണ്. ഈ ഒരു ഉണ്ടല്ലോ, ഈ ഒരു ചെറിയ ഇടനായ പോലത്തെ സ്ഥലത്തൂടെ ഇങ്ങനെ നടന്നു കൊടുത്താൽ മതി. ഇവിടെ റൂം നമ്പർ 102 ഉണ്ട്. പിന്നെ ഇവിടെ റൂം നമ്പർ 101 ഉണ്ട്. പിന്നെ ഈ നമ്മൾ വരുന്ന അപ്പോൾ നമ്മൾ നേരത്തെ വന്ന പോലെ തന്നെ ഇവിടെ ഒരു ചെറിയ വാഷ് ബേസിന്, ചെറിയൊരു കിച്ചൺ പോലത്തെ സെറ്റപ്പ്. പിന്നെ ഇവിടെയാണ് നമ്മളെ. ഇപ്പോൾ നമ്മളടുത്ത് ഒരാൾ വന്നതാണ് കുറച്ച് ജ്വല്ലറീസ് ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ ഇവിടെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ളി ഓണാണ്. ദാലിലേക്ക് ഒന്നായിട്ടൊന്നും ഇങ്ങോട്ട് ഓണാവും. എല്ലാവരും ഷിക്കാര റൈഡിന് ഇറങ്ങുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ഇങ്ങോട്ട് ഓണാവും. അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് പല കച്ചവടക്കാർ ഷിക്കാരകൾ നമ്മളടുത്തേക്ക് വരും. വേണ്ടിയവർക്ക് ബാർഗൈൻ ചെയ്ത് വാങ്ങാവുന്നതാണ്. ഏതായാലും വൈകുന്നേരം 6 മണിയായപ്പം നമ്മളെ ഷിക്കാര റൈഡിന് വേണ്ടി ഇറങ്ങി. സമയമായി കഴിഞ്ഞാൽ ഞങ്ങളുണ്ടല്ലേ ദാലിലേക്ക് ഫുള്ളി ഓണാവും. കാരണം എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഈ ഷിക്കാര റൈഡ് എടുക്കുന്ന ഒരു ടൈമാണിത്. അപ്പോൾ ഷിക്കാരകളും അതേപോലെ അതിനുള്ള ചെറിയ ചെറിയ ഷോപ്പിങ്ങിന് ആൾക്കാർ, ഓരോ സാധനങ്ങൾ വിൽക്കാനുള്ള ആൾക്കാരും, അതേപോലെ തന്നെ ഇവിടുത്തെ ഓരോ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഓണാകുന്നൊരു ടൈമാണ്. കണ്ടില്ലേ, അതായത് ദാലിലേക്ക് ഫുള്ളായിട്ട് പിന്നെ ബോട്ടുകൾ തന്നെ ആയിരിക്കും. ഓരോ ഫാമിലീസ് കാര്യങ്ങളൊക്കെ വന്നതായിരിക്കും. സോ ടോട്ടലി ഷിക്കാര റൈഡ് ഒരു വൈബ് തന്നെയാണ്. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. നാട്ടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുപോകുന്നതാണോ ഞങ്ങൾ എപ്പോഴും പോകുന്നതാണോ എന്നറിയില്ല. കൊതുകൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അന്ന് നമുക്കൊരു ആലപ്പുഴ ഓർമ്മ വരും അല്ലേ, ദാലിലേക്കിലും ചെറിയൊരു ആലപ്പുഴ ഓർമ്മ വരും. കാവൻ്റെ ആളാണ്. അപ്പോൾ ആൾ വന്നിട്ട് നമ്മളോട് കാവ വേണമെന്ന് ചോദിച്ച്. അപ്പോൾ നമുക്ക് കാവ ഒന്ന് വാങ്ങി വെക്കാം. ഞാനിട്ട് കാവൊക്കെ ഒഴിച്ചിട്ട് പിന്നെ അതിൽ കുറച്ച് മസാല ഒക്കെ മിക്സ് ചെയ്തിട്ട് സാധനം തന്നെ കോഫി മോർണിംഗ് ടീ. എന്തായാലും കുടിച്ചു നോക്കാം നമുക്ക്. കുഴപ്പമില്ല. ഇതിൽ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഒരുപാട് ഹെർബൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാ കണ്ടില്ലേ, സംഭവം കൊള്ളാം. ഫ്ലവറൊക്കെ പോലെ എന്തൊക്കെയോ സാധനങ്ങൾ ഏതായാലും കഴിക്കാനും കിട്ടുന്നുണ്ട്. ഇത്താൾ കുടിക്കുന്നുണ്ട്. എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചേക്ക്. എന്താ അഭിപ്രായം? കുഴപ്പമില്ല. തൂത്തന്ന് ആദ്യം വലിച്ചു. കുട്ടികളെയായിട്ട് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, കുട്ടികൾ വലിക്കും. അവിടെ ഒരു സ്റ്റീക്കാണെന്ന് തോന്നുന്നു. പുക ഇങ്ങനെ വരുന്നുണ്ട്. എന്താന്ന് ഏതായാലും നമുക്ക് പോയി നോക്കാം. എന്താ അവിടെ കിട്ടാന്നുള്ളത് നോക്കാം. എൻ്റെ ഭാഗത്തുനിന്ന് പുക വരുന്നുണ്ട്. അയാളുടെ വായന വരെ പുക വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതിൽ സ്റ്റീക്കാണുള്ളത്. അപ്പോൾ എന്തൊക്കെ സ്റ്റീക്കാണ് ഉള്ളതെന്ന് ഏതായാലും ചോദിച്ചു നോക്കാം. ഓക്കെ, മെനു തരുന്നുണ്ട്. മെനു ഏതായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, എന്തൊക്കെ ഉള്ളത് നോക്കാം. ഫിഷ് തിക്ക, ചിക്കൻ തിക്ക, മട്ടൻ തിക്ക, പനീർ തിക്ക, മഷ്റൂം തിക്ക, എല്ലാ സാധനങ്ങളും ഉണ്ട്. और टूरिस्ट को सब मैं बताता पहले खाओ फिर पैसा की बात. अच्छा, खाने में मजा होना चाहिए. ये सब पानी पानी नहीं होना चाहिए. बोलो सर क्या बनाना? ओके, फिर मटन वाला ही बना. मटन कबाब. हाँ, मटन टिक्का दे. मटन टिक्का थोड़ा सख्त है. थोड़ा सख्त है. हाँ सर, वो अच्छा लगेगा. पता है ये ताज़ा मैंने घर से लाया हुआ. ओके, मटन कबाब है, चिकन टिक्का है, फिश टिक्का है, तंदूरी चिकन है. आप बोलो क्या खाना? ഓക്കെ. നമ്മളേതായാലും വന്ന് റഷീദ് ഭായ് ആണ് നമുക്ക് തരുന്നത്. 25 വർഷം പഴയത് ഫിഷ് തിക്കാണ് നമ്മൾ പറഞ്ഞത്. സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ये हमारा सब कुछ है यहाँ. ये देखो. ഇതാണ് ഡോൾഫിൻ. फोन नंबर पे एवरीथिंग എല്ലാം ഉണ്ട് അവിടെ. വേണ്ടിയൊരു വിളിച്ചോളി. ആള് സംഭവം റെഡിയാക്കി നിങ്ങൾക്ക് ഹൗസ് ബോട്ടിൽ റെഡിയാക്കി തരും റഷീദ് ഭായ്. ഈ ഫിഷ് ശരിക്കും ഇവിടുത്തെ അല്ല. അതായത് നമ്മൾ ട്രോട്ട് ഫിഷ് നിങ്ങൾക്ക് അറിയാലോ, തണുത്ത വെള്ളത്തിലാണ് ഉണ്ടാകുക. അപ്പോൾ മൗണ്ടെയിൻ എന്നുള്ള സംഭവമാണ്, ഐസ് വാട്ടർ എന്നുള്ളതാണ്. അത് പേൽഗാമിലാന്ന് തോന്നുന്നില്ലേ, അങ്ങനത്തെ സ്ഥലത്ത് നിന്ന് വരുന്ന സാധനമാണ്. ചേസോ കൊടുത്തു. ഓക്കെ, ശുക്രിയ.
ഫൂണ്ടേ സംഭവം രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഫ്രഷ് ഫിഷ് ആ ഒരു കറക്റ്റ് ഇതിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ബിസ്മില്ലാ, കഴിക്കാം. മസാ How is it? സൂപ്പർ. Seriously? അത് കഴിഞ്ഞ് നമ്മൾ കയറി ചെല്ലുന്നത് അവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ്. ശരിക്കും ഇതൊരു വെനീസ് തന്നെയാണ്. പലതരം കടകളും കച്ചവടങ്ങളും വസ്ത്രവ്യാപാരങ്ങളും അതേപോലെ തന്നെ ഗ്രോസറി മുതൽ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾക്ക് കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. ചോക്ലേറ്റ്സും അതേപോലെ ഷാമ്പൂ അങ്ങനെ കുറച്ച് സാധനങ്ങൾ അതെല്ലാം ഈ കടയിൽ നിന്ന് വാങ്ങി. ഒക്കെ നമ്മൾ നോർമൽ നാട്ടിലെ പ്രൈസ് തന്നെ ഇവിടെയുള്ളൂ. ശരിക്കും നമുക്കിതൊരു എക്സൈറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇവിടെ ഒരുപാട് ആൾക്കാർ ശരിക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഷോപ്പുകളാണ് ഇതിൽ പലതും. അവർക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്കുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ശരിക്കും വരുന്നത് ഇതേപോലത്തെ ശിക്കാരകളിൽ തന്നെയാണ്. ഇതാ വഴിക്കൊരു ബിരുദം വന്നിട്ട് എനിക്ക് സാഫ്രോൺ വിറ്റ് പോയതാണ്. ഒറിജിനൽ ആണോ അല്ലയോന്നൊന്നും അറിയില്ല. ഏതായാലും 100 രൂപയ്ക്കാണ് കിട്ടിയത്. രാത്രിയാവുമ്പം ആ ലൈറ്റൊക്കെ അടിച്ചിട്ട് ദാൽ ലേക്കിൻ്റെ ഭംഗിയൊന്ന് കൂടുകയും ചെയ്യും. ഏതായാലും നമ്മൾ ശിക്കാര റൈഡ് ഇവിടെ അവസാനിച്ചു. നമ്മൾ ഏതായാലും തിരിച്ചെത്തി സേഫായിട്ട്. അങ്ങനെ നമ്മളോട് യാത്ര പറഞ്ഞാൽ നമ്മുടെ ശിക്കാരക്കാരൻ പോയി. പക്ഷേ ഇപ്പോഴും ദാൽ ലേക്ക് വളരെ സജീവമാണ് ശിക്കാര റൈഡുമായിട്ട്. ഡിന്നർ റെഡി ആയിട്ടുണ്ട്. റൈസ് ഇതൊന്ന് തുറക്കുക. ഇത് റൈസാണ്. ഇത് ചിക്കൻ കറി. ഇത് ചപ്പാത്തി. ഇത് വെജിറ്റബിൾ. ഇതെന്താ എന്താ ദാലായിരിക്കും. അപ്പോൾ അതാണ് നമ്മളെ ഐറ്റംസ്. ഏതായാലും കഴിച്ചു നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം പറയാം. വലിയ അഭിപ്രായം പറയാനൊന്നുമില്ല. കാരണം ഭക്ഷണമൊക്കെ ഒരു നോർമലായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. നമ്മൾ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഏതായാലും റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് രാവിലെ തന്നെ എണീച്ചപ്പോഴുള്ള ദാൽ ലേക്കിലെ കാഴ്ച. അപ്പം ഇന്നത്തെ നമ്മളിവിടെ കഴിഞ്ഞ് ഹൗസ് ബോട്ട് ഇതോടുകൂടി കഴിഞ്ഞ് ഇനി ഏതായാലും നമ്മൾ ഗുൽമർഗിലേക്ക് നീങ്ങാണ്. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് ഏതായാലും ഗുൽമർഗിൽ വെച്ച് കാണാം. അങ്ങനെ നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ശിക്കാരയിൽ വീണ്ടും തിരിച്ച് യാത്രയായി.